ലോക്ക്ഡൗണിൽ സലൂണുകളെല്ലാം അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പോൾ ഈ അടുത്തായിട്ടെല്ലാം തുറന്നു തുടങ്ങിയിട്ടുണ്ട്. എന്നിരുന്നാലും പുറത്തുപോയി മുടിവെട്ടാനും താടി ഷേപ്പ് ചെയ്യാനൊക്കെ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്നു കൊണ്ട് തന്നെ താടി ട്രിം ചെയ്യാനും ഷേപ്പ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമസ്കാരം, ഞാൻ ശ്യാം. റൈറ്റ് ക്ലിക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ വന്നത് പാനസോണിക്കിൻ്റെ ബിയേർഡ് ആൻഡ് ഹെയർ ട്രിമ്മറാണ്. ഇത് കുറച്ചൊരു പഴയ മോഡലാണെങ്കിൽ കൂടി ഞാനിത് ചൂസ് ചെയ്യാൻ കാരണം ഇതിൻ്റെ ക്വാളിറ്റിയും ഡ്യൂറബിലിറ്റിയാണ്. എൻ്റെ കയ്യിൽ വേറൊരു ഫിലിപ്സിൻ്റെ ഒരു ട്രിമ്മർ ഉണ്ടായിരുന്നു. ഏകദേശം ഇതേ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്നൊരു ട്രിമ്മർ ഉണ്ടായിരുന്നു. അത് ഏകദേശം ഒരു കൊല്ലം മാത്രമേ ലാസ്റ്റ് ചെയ്തുള്ളൂ. അത് കാരണമാണ് ഞാൻ ഈ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാൻ കാരണം. ഇതിൻ്റെ മോഡൽ നമ്പർ വരുന്നത് ER207W ആണ്. ഇത് ഞങ്ങൾ വാങ്ങിയത് ആമസോണിൽ നിന്നും 1600 രൂപയ്ക്കാണ്. ഈ പ്രൊഡക്റ്റിൻ്റെ പർച്ചേസ് ലിങ്ക് ഞങ്ങൾ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് പാനസോണിക്കിൻ്റെ ട്രിമ്മറിൻ്റെ ബോക്സ് വരുന്നത്. ഇവിടെ മോഡൽ നമ്പർ എഴുതിയിട്ടുണ്ട് ER207W. അതുപോലെ തന്നെ അതിൻ്റെ ഒരു പിക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്വിക്ക് അഡ്ജസ്റ്റ് ഡയൽ ഇതിലുണ്ട്. ഒരു 2 to 18 mm വരെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് പോകുന്നത്. അതുപോലെ തന്നെ ഇത് കോഡും കോഡ്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ബാക്ക് സൈഡിലായിട്ട് ഒരു 40 മിനിറ്റ്സ് ഓഫ് ട്രിമ്മിങ്ങിന് കൊടുത്തിട്ടുണ്ട്. ഒറ്റ ചാർജിൽ നമുക്ക് 40 മിനിറ്റ്സ് വരെ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ ട്രിമ്മറിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കിത് അൺബോക്സ് ചെയ്ത് നോക്കാം. പാനസോണിക്കിൻ്റെ ഒരു ഇൻസ്ട്രക്ഷൻ മാനുവൽ കൊടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അതുപോലെ തന്നെ ഒരു ബ്ലേഡ് ക്ലീൻ ചെയ്യാനുള്ളൊരു ബ്രഷ് അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലേഡിൽ നമുക്ക് ഓയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓയിലും കൊടുത്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ ഇതാണ് ചാർജർ അത്യാവശ്യം നല്ല ഹെവിയാണ് സാധനം. ഇത് ട്രിമ്മറിൻ്റെ ഒരു 2 ഇരട്ടി വെയിറ്റ് ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക്. അത് നമുക്ക് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതാണ് ട്രിമ്മർ. നല്ല സ്ലീക്ക് ആൻഡ് സ്ലിം ഡിസൈനാണ്. ഒരു ഹാർഡ് പ്ലാസ്റ്റിക്കിൽ മാറ്റ് ഫിനിഷാണ് ഇവരെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഒരു ചാർജിങ് ടൈം വരുന്നത് 12 hours ആണ്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് 12 hours ചാർജ് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. നമുക്കിവിടെ സ്റ്റിക്കർ ഉണ്ട്, ഇത് പീൽ ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ഇവരൊരു ബ്ലേഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു സ്വിച്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ബ്ലേഡിൻ്റെ മില്ലിമീറ്റർ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഒരു 2 to 18 mm വരെ നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ താഴെയായിട്ട് ഒരു ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു LED ഇൻഡിക്കേഷൻ ഉണ്ട്. ചാർജിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ടൊരു LED ഇൻഡിക്കേഷനും ഇവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലായിട്ട് മോഡൽ നമ്പറും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല. നിങ്ങൾക്കിവിടെ LED ഇൻഡിക്കേഷൻ കാണാം. ഇതിപ്പോൾ നമ്മൾ ചാർജിങ് പോർട്ടിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ചാർജറിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനും സാധിക്കും. അത് ഇതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് ആയിട്ട് കണക്കാക്കാം. ഇത് ഓണാക്കുന്ന സമയത്തിന് ഇതിൻ്റെ നോയ്സും വളരെ കുറവാണ്. മറ്റുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന പോലൊരു ഭയങ്കരമായിട്ടുള്ള വൈബ്രേഷനും ഇതിലില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഇതിൻ്റെ ഈ ബ്ലേഡിൻ്റെ പൊസിഷൻ നല്ല രീതിയിലായതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതിൻ്റെ ബ്ലേഡ്. ഇതൊരു മെയ്ഡ് ഇൻ തായ്ലാൻഡ് പ്രൊഡക്റ്റാണ്. ഒരുപാട് ചൈനീസ് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണെങ്കിൽ കൂടി ഈ പ്രൊഡക്റ്റിൻ്റെ ഡ്യൂറബിലിറ്റിയും ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് പാനസോണിക്കിൻ്റെ ബിയേർഡ് ട്രിമ്മർ. പാനസോണിക്കിൻ്റെ കുറച്ച് പഴയ മോഡലാണെങ്കിൽ കൂടി ഇന്ന് ഓൺലൈൻ മാർക്കറ്റിൽ ഹോട്ട് സെല്ലിംഗ് പ്രൊഡക്റ്റാണ് ഈ പാനസോണിക്കിൻ്റെ ഹെയർ ട്രിമ്മർ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ കാണുന്നതുവരെ ബൈ ബൈ.